ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ആരാധനയ്ക്ക് കൂടി വന്ന ദൈവജനം ദൈവമുൻപിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹാസാന്നിധ്യം രുചിച്ചറിയുവാൻ കടന്നു വന്നാണ് നമുക്ക് ദൈവ സാന്നിധ്യ ബോധത്തോടുകൂടി ആയിരിക്കുവാനും ദൈവകൃപകളെ പ്രാപിക്കുവാനും ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. വലിയവരും ചെറിയവരുമായ സകല ജനത്തെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. വളരെ നാളുകളായി ഒരു ആരാധന ഇവിടെ നടത്തിക്കൊണ്ടുവരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭാരവാഹിത്വം വഹിക്കുന്ന മാർട്ടിനെ കുടുംബത്തെ ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മറ്റ് വിശ്വാസികൾ, മറ്റ് അംഗങ്ങളെ എല്ലാം ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വരുവീൻ, അവൻ നമ്മെ സൃഷ്ടിച്ച് അവനെ വണങ്ങി ആരാധിക്കാം എന്നുള്ള വചനപ്രകാരം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അവന്റെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്നത് ക്രിസ്തു തന്നിരിക്കുന്ന ഒരു നിയമമാണ്. ആ നിയമത്തിലൂടെ നമുക്ക് പോകാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആദ്യം നമ്മുടെ കുറവുകളൊന്ന് നമുക്ക് ഏറ്റുപറയാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവസന്നിധിയിൽ നാം അത് പ്രാർത്ഥിച്ച് കടന്നുപോയതിനു ശേഷം സംഭവിച്ച നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികളൊക്കെ ദൈവനാമ മഹത്വത്തിന് ഉതകുന്നതായിരുന്നോ നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. കൊടുക്കുവാങ്ങലുകളിലെ വ്യക്തിബന്ധങ്ങളില് സംഭവിച്ചു പോയ വാക്കുകളുടെ മുറിവേറ്റ ഏതെങ്കിലും വാക്കുകൾ, ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഏറ്റു പറയാം. സഹോദരങ്ങളോട്, ഹലിയ കൂട്ടുകാരോട്, മറ്റുള്ളവരോടൊക്കെയും നമ്മൾ സംസാരത്തിൽ വന്നുപോയ വീഴ്ചകൾ ആദ്യം ഏറ്റു പറയാം. സർവശക്തനെ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾ ബലഹീനരും പാപികളുമാണെന്ന് നമുക്ക് ഏറ്റുപറഞ്ഞ ദൈവസന്നിധിയിൽ ആദ്യമേ ഒരു നിരപ്പ് പ്രാപിക്കാം. നസ്രേനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതായിരിക്കാൻ ഇന്ന് പകൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആരാധനയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ദൈവാത്മാവിന്റെ സ്പർശനം ഇറങ്ങി വരട്ടെ. ഒരു പുതിയ ഉണർവിനായി, ഒരു പുതിയ അതേ പുത്തൻ നവോന്മേഷത്തിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവിധ വിഷയങ്ങളുണ്ട്, വിവിധ ഭാരങ്ങളുള്ളവരാണ് കടന്നു വന്നിരിക്കുന്നത്. അവരെയൊക്കെ ദൈവം തൊട്ട് മുറിവുണക്കി സൗഖ്യമാക്കി വിടുതൽ ചെയ്ത് അയക്കണം. അതിനാണ് നമ്മൾ കടന്നു വന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളതുപോലെ നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവന്റെ മുന്നിൽ നമ്മുടെ ഹൃദയം പകരുകയാണ്. പ്രാർത്ഥന, ആരാധനയിൽ നമ്മൾ കൊടുക്കുന്ന സ്തുതി സ്തോത്രങ്ങളാണ്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവനെ മഹത്വപ്പെടുത്തുന്നു എന്ന തിരുവചനത്തിലുണ്ട്. ഇന്ന് പേൽക്കാലം യഹോവ നല്ലവനല്ലോ, അവന്റെ ദൈവമുള്ളെന്ന് സകല ഭക്തന്മാരും പറയേണ്ടതൊരു ആവശ്യമാണ്. നമുക്ക് പറയാം, ദൈവമേ, ജനിച്ച നാൾ മുതൽ ഈ ദിവസം വരെ എന്നെ പരിപാലിച്ച, നിങ്ങളെ പരിപാലിച്ച അവന്റെ സ്നേഹത്തിനായി സ്തോത്രം പറയാൻ വിശ്വസ്തയോടെ പിന്നെയും നിലനിൽപ്പാൻ ദൈവം ശക്തീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ അതിനെ നിറയ്ക്കാം. അതി ആകാശത്തിന്റെ കിളിവാടുകളെ തുറന്ന് സ്ഥലം പോരാതിയാകുവോളം അനുഗ്രഹിക്കാമെന്നല്ലേ ചെയ്യും. കർത്താവിന്റെ മുമ്പിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, സഭായോഗമായി ഞങ്ങൾക്ക് കൂടി വന്ന ദൈവത്തെ ആരാധിക്കാൻ തരുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യും. അവിടുത്തെ സന്നിധി ഞങ്ങളെ ഏകാഗ്രതയോടെ നിർത്തണമേ. അവിടുത്തെ വചനങ്ങൾ ധ്യാനിക്കുവാനും അവിടുത്തെ സന്നിധി തങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുവാനും അങ്ങയുടെ മുഖം അന്വേഷിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ദുർമാർഗങ്ങൾ, ഞങ്ങളുടെ പാപത്തിന്റെ ചിന്തകളെല്ലാം വിട്ടൊഴിഞ്ഞുകൊണ്ട് ഒരു വിശുദ്ധീകരണം പ്രാപിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. നാളെ ഞാൻ നിങ്ങളുടെ നടുവിൽ അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് അരുളിച്ചെയ്ത കർത്താവേ, അങ്ങയുടെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. ഇന്ന് മുതൽ ദിവസത്തിൽ കൂടി വന്ന ഓരോ മക്കളെയും കുടുംബാംഗങ്ങളെയും ദിവസത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഒഴുകുന്ന സൗഖ്യത്തിന്റെ കീഴിൽ അവരെ സഹായിക്കുന്നു. അവിടുത്തെ കീഴിൽ ആശ്രയം വെച്ച് വന്നിരിക്കുന്ന ഓരോ മക്കളെയും
ദൈവം ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തി അയക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കർത്താവേ നല്ല പാട്ടുകൾ, നല്ല ആരാധന, നല്ല കർത്താവേ സ്തോത്രങ്ങൾ, സ്തുതികൾ, നല്ല വചന ശുശ്രൂഷകളൊക്കെയും ദൈവസന്നിധിയിൽ ലഭിപ്പാൻ ദൈവം ഇടയാക്കേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്പസമയം ദൈവമേ ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ, അവിടുത്തെ സ്പർശനം ഞങ്ങളെ തൊടണമേ, അവിടുത്തെ കൃപ ഞങ്ങളെ വ്യാപരിക്കണമേ. ദേശത്തൊരു അനുഗ്രഹമായിരിക്കാൻ, ദേശത്തിന് ഉണർവായിരിക്കാൻ, ദേശത്തിനൊരു ശക്തീകരണമായിരിക്കാൻ ഇന്നത്തെ ആരാധന അനുഗ്രഹമാക്കി തീർക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തിരുക്കരയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നല്ല പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന് മഹത്വം. ആരാധന ആരാധന ആരാധന. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ. ആമേൻ.
ജീവന്റെ ഉറവിടം ക്രിസ്തുവേ. നമുക്ക് ദൈവസന്നിധിയിൽ മുഴങ്ങാൽ മടക്കി പ്രാർത്ഥനയിൽ ജാഗരിക്കാം.
ഇതുപോലെ ആവശ്യങ്ങളെല്ലാം ദൈവസന്നിധി സ്തോത്രത്തോടെ അറിയിക്കണമെന്ന് ദൈവം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ വ്യാകുലകൾ, നമ്മുടെ ഫലതമായ പ്രതിസന്ധികൾ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കാനല്ല, ദൈവത്തോട് തുറന്നു പറയാനുള്ളതാണ് പ്രാർത്ഥനാലയം. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം സ്തോത്രത്തോട് നമ്മുടെ ആവശ്യങ്ങൾ തുറന്നു പറഞ്ഞാട്ട്, സൗഖ്യം ആവശ്യമുള്ളവർക്ക് സൗഖ്യം, സമ്പത്ത് ആവശ്യമുള്ള സമ്പത്ത്, സമാധാനം ആവശ്യമുള്ളവർക്ക് സമാധാനം, എന്തും കൊടുക്കുവാൻ തയ്യാറായി ക്രിസ്തു നമ്മുടെ നടുവിൽ വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ആവശ്യങ്ങൾ, നമുക്ക് ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങൾ, അതേ ദേശത്തിന്റെ, രാജ്യത്തിന്റെ, രാജ്യവ്യാപകമായ മറ്റു രാജ്യങ്ങളുടെ ഒക്കെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ദൈവം നമ്മെ, വിശേഷാൽ നിങ്ങളുടെ രാജാക്കന്മാർക്ക് വേണ്ടി, ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും വചനം പറയും. പൽക്കാല സഭയിലുള്ളവർക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി, മിത്രങ്ങൾക്ക് വേണ്ടി എല്ലാവരെയും ഓർത്തുകൊണ്ട് ഇന്ന് പൽക്കാലം ആയിരിക്കുന്നവർക്ക്, അതേ കടന്നു വന്നവർക്ക് എല്ലാവർക്കും ചോദ്യമായ വാക്യങ്ങളിൽ ഉച്ചത്തിൽ ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. നല്ല പകൽക്കാല കർത്താവെ, അവിടുത്തെ കർത്താവിന്റെ സന്നിധിയിലെ കർത്താവെ, ആരാധന പ്രാർത്ഥനയിലേക്ക് ആയിരിക്കാൻ കർത്താവിരിക്കാൻ നല്ല സമയത്ത് വെക്കുന്ന അങ്ങയുടെ സ്തുതിക്കുന്ന പിതാവെ, അജരാത്തിന്റെ യാമങ്ങളോട് കർത്താവെ, പിള്ളേരുടെ നേരം വരെ കർത്താവെ, ഓരോരുത്തരെ കോട്ടയമായി കർത്താവെ, നിന്റെ കൃപയുടെ ശക്തിയാലോട് ബലപ്പെടുത്തി എന്മനമേ ഹോവയെ വാഴ്ത്തേണ്ട സർവാന്തരമേ വിശുദ്ധ എന്മനമേ ഹോവയെ വാഴ്ത്തേണ്ട ഉപകാരങ്ങളൊന്നും ജനങ്ങളാൽ കർത്താവെ, അടികൾ ഓരോരുത്തരെയും മുദ്രയിട്ട് ബലപ്പെടുത്തുമാറാകണമേ. സ്വർഗ്ഗപിതാവേ സ്തോത്രം. പ്രാർത്ഥിക്കുന്ന പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ദൂതകൾ വചനങ്ങൾ കർത്താവിന്റെ ഹൃദയത്തിലേക്കാൻ തക്കവണ്ണം നിലനിടുമാറാകണമേ. സ്വർഗ്ഗ നല്ല പിതാവേ സ്തോത്രം. ഹാലേലുയ. ആമേൻ ആമേൻ. സ്തോത്രം. വചനത്താൻ രക്തത്താലും കഴിയും കർത്താവിന്റെ ഹാലേലുയ. സ്തോത്രം സ്തോത്രം. കർത്താവിന്റെ ദാസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ, കർത്താവിന്റെ കൃപയാകണമേ. സ്വർഗ്ഗ നല്ല പിതാവേ സ്തോത്രം. ഹാലേലുയ. ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, മുദ്രയിട്ട് അനുഗ്രഹിക്കുമാറാകണമേ. സ്വർഗ്ഗ പിതാവേ സ്തോത്രം. ഹാലേലുയ. നിങ്ങൾ ഇരുവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ തിരുകൃപ അതിശക്തിയാലും ദൈവം മുദ്രയിട്ട് കാത്ത് പരിപാലിച്ചു കാവലും കോട്ടയമായി മുദ്രയിട്ട് ബലപ്പെടുത്തുമാറാകണമേ. സ്വർഗ്ഗ നല്ല പിതാവേ സ്തോത്രം. ഹാലേലുയ. വിഷയകൃപത്തേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ ബലപ്പെടുത്തണമേ. കർത്താവേ ഹാലേലുയ. ആമേൻ ആമേൻ. സ്തോത്രം. നല്ല സാക്ഷികൾ പ്രബോധന യാഗമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഓരോരുത്തരുടെ ഹൃദയങ്ങളെ ഇടപെടുമാറാകണമേ. സ്വർഗ്ഗ പിതാവേ ഹാലേലുയ. കർത്താവേ സ്തോത്രം സ്തോത്രം. ദൈവകരങ്ങളാൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിതാവേ, അനുഗ്രഹിച്ച് മുദ്രയിട്ട് ബലപ്പെടുത്തുമാറാകണമേ. സ്വർഗ്ഗ നല്ല പിതാവേ സ്തോത്രം. ഹാലേലുയ. ആമേൻ ആമേൻ. സ്തോത്രം. കർത്താവേ, ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുന്നു. കർത്താവിന്റെ വചനങ്ങളാൽ കർത്താവെ അടിയങ്ങൾ ഓരോരുത്തരെയും സ്വർഗ്ഗ നല്ല പിതാവേ സ്തോത്രം. ഹാലേലുയ.
ആമേൻ ആമേൻ സ്തോത്രം അടിയനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ അടിയങ്ങളെല്ലാം അവിടെ ശ്രമിച്ച് അടിയിലോട് കർണ തോന്നുന്നു സ്വർഗ്ഗ നല്ല പിതാവേ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ആമേൻ സ്തോത്രം നടക്കുന്ന വൈദ്യനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവിടുത്തെ കാവലും കോട്ടയുമായി കർത്താവ് മുദ്രയിട്ട് വരപ്പെടുന്നു സ്വർഗ്ഗ നല്ല പിതാവേ സ്തോത്രം ഹല്ലേലൂയ ദേശം എല്ലാ കർത്താവിന്റെ കർണ ദൈവക്രമേല അനുഗ്രഹിക്കണേ ബലപ്പെടുത്തണമേ സ്വർഗ്ഗ നല്ല പിതാവേ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ആമേൻ സ്തോത്രം കർത്താവേ കുടുംബവും സേവിക്കുന്നു ദൈവത്തിന്റെ വചനങ്ങളെ കർത്താവെ കൈവിടുകയില്ല ഉപേക്ഷിക്കുമില്ലാതെ കർത്താവിന്റെ വചനങ്ങളെ കർത്താവെ ബലപ്പെടുത്തി സ്തോത്രമേ ഹല്ലേലൂയ ആമേൻ ആമേൻ സ്തോത്രത്തിന്റെ അനുഗ്രഹത്തോടെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനങ്ങളെ കർത്താവിന്റെ കുടുംബത്തെ ദൈവത്തിന് ആമേൻ ഞങ്ങളുടെ മധ്യത്തിലാരെ കർത്താവെ സൗഖ്യം കൊടുക്കണമേ സൗഖ്യം നല്ല പിതാവേ സ്തോത്രം കർത്താവേ ആഴിന്റെ വലിപ്പത്തിലല്ല ആത്മാവിന്റെ ഒരുക്കത്തിലാണ് പിതാവേ കർത്താവേ സ്തോത്രം ആന്റെ ദൈവവും വാദിന്റെ പ്രകാശവുമായി പ്രാർത്ഥിക്കുന്ന പിതാവ് ദൈവത്തിന്റെ പ്രാർത്ഥന മാനിച്ചനുഗ്രഹിക്കണേ എല്ലാ യേശുവിന്റെ നാമത്തിൽ തന്നെ സ്തോത്രം 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 അടിയങ്ങളെ ഇടകൂടാതെ സ്നേഹിക്കുന്നതുമായ അടിയങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ ഹല്ലേലൂയ കർത്താവേ ഞായറാഴ്ച ഹല്ലേലൂയ നിന്നെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും കർത്താവേ നീ അടിയങ്ങളെ ഓരോരുത്തരെയും നീ ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മാവോടെ സന്നിധിയിലായിരിക്കാൻ കർത്താവേ നീ അടിയങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ എന്റെ കർത്താവിനെ ആത്മാവിൽ സത്യത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവേ അവിടുന്ന് കൃപ ചെയ്യണമേ കർത്താവേ രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ നിങ്ങളുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് വാക്കുന്ന കർത്താവിനെ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ കർത്താവേ ഞങ്ങൾ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു സഭയുടെ ആവശ്യങ്ങൾ വിശാലതെല്ലാം ദൈവം അറിയുന്ന കർത്താവേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങൾ പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവിടുന്ന് ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇടയായിരിക്കുന്ന പ്രിയദാസനെ ദൈവകരങ്ങൾ പൂർണ്ണമായി ഏൽപ്പിക്കുന്ന കർത്താവ് ഇന്ന് പാൽക്കാലം കർത്താവേ ആത്മാവിൽ നിറഞ്ഞങ്ങെ ആരാധിക്കുവാൻ കർത്താവേ നീ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഓരോരുത്തരെയും കർത്താവേ നീ അവിടുന്ന് ഒരുക്കണമേ ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപ്പാ പിതാവേ സ്തോത്രം കർത്താവേ കടന്നു വന്ന എല്ലാ ദൈവമക്കളെ പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പാ ഹല്ലേലൂയ ആത്മാവിൽ ഹല്ലേലൂയ കർത്താവിനെ ആരാധിക്കുന്ന കർത്താവേ നീ അവിടുന്ന് ബലപ്പെടുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ കർത്താവേ സ്തോത്രം സ്തോത്രം നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ യഹോവയുടെ ജനത്തിന് ശക്തി നൽകുക യഹോവയുടെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുന്ന ദൈവമായിരിക്കാൻ ഇന്ന് പാൽക്കാലം ദൈവസമാധാനത്തിലായിരുന്നു കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവേ നീ തന്ന നല്ല അവസരത്തിലായി വീണ്ടും നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ ഹല്ലേലൂയ കർത്താവേ ഞങ്ങളുടെ ഓരോ സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ബന്ധുജന ചുറ്റുപാട് ദേശമുഖ ദൈവകരങ്ങൾ പൂർണ്ണമായി ഏൽപ്പിക്കുകയാണ് സമാധാനം കൊണ്ട് അവിടുന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദേശത്തിന്റെ നാനാഭാഗം ദൈവത്തിന്റെ വേല ചെയ്യുന്ന അവിശുദ്ധന്മാരെയൊക്കെ ദൈവകരങ്ങൾ പൂർണ്ണമായി പാൽക്കാലം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ വിശ്വാസത്തോടെ നിന്റെ വേലയിലായിരിക്കാൻ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ധീരതയോടെ നിന്റെ വേല ചെയ്യുവാൻ നീ അടിയങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ സ്തോത്രം സ്തോത്രം നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ ഇത് പാൽക്കാലം ഹല്ലേലൂയ അനുഗ്രഹമുള്ള ഒരു ആരാധനയായി തീരുവാൻ സ്വർഗ്ഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ദൈവവേദിയോട് മാനിക്കണമേ അനുഗ്രഹമാക്കി തീർക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പിതാവേ സ്തോത്രം നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു ഹല്ലേലൂയ യഹോവയുടെ ഇടയനാകുന്ന എനിക്ക് ഒന്നിനും മുട്ടുണ്ടായില്ല അവരുടെ വചനങ്ങളാൽ കർത്താവേ ഇന്ന് അടിയുടെ ഓരോരുത്തരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവങ്കിലേക്ക് നോക്കിയ പ്രകാശത്തിലെ അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ലല്ലോ അപ്പാ പിതാവേ അവരുടെ വചനങ്ങളാൽ കർത്താവേ ഇന്ന് അവിടുന്ന് വളർത്തണമേ ഹല്ലേലൂയ കർത്താവേ ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമേ എന്ന് വീണ്ടും നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ 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 സ്തോത്രം കർത്താവേ ഞങ്ങൾക്ക് ആവശ്യമായ ദൂതുകളുടെ വചനങ്ങളൊക്കെ ഹല്ലേലൂയ ദൈവദാസന്മാരോട് കേൾക്കുവാൻ തക്കവണ്ണം ഇന്ന് പാൽക്കാലം ദൈവം ഒരുക്കണമേ ഹല്ലേലൂയ ബലപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു
പിതാവേ സ്തോത്രം സ്തോത്രം കർത്താവേ വചനങ്ങൾ ഗ്രഹിക്കുവാൻ കർത്താവേ നീ അവിടെ നല്ല ബുദ്ധിയും പരിജ്ഞാനം അടിയങ്ങളോട് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ അടിയങ്ങൾ വന്നതുപോലെ എല്ലാ കർത്താവേ ഇരട്ടി ആത്മീയ നന്മകൾ പ്രാപിക്കുവാൻ തക്കവണ്ണം സ്വർഗം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്വർഗ്ഗത്തിലെ സിംഹാസനം ഭൂമി നിന്റെ പാദപീഠമായിരിക്കാൻ അങ്ങയുടെ പാദപീഠത്തിൽ അങ്ങ് സ്തുതിക്കുവാൻ കർത്താവേ നീ തന്ന നല്ല അവസരത്തിനായി വീണ്ടും നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും കർത്താവേ കുഞ്ഞുങ്ങളെ ഹാലലുയ ഇടങ്ങളായിരിക്കുന്ന കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ആത്മീയ ജീവിതത്തിൽ വളരുവാൻ കർത്താവേ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തന്നെ ദൈവമെന്ന് രുചിച്ചറിയുവാൻ നാളിൽ കർത്താവേ കുഞ്ഞുങ്ങളുടെ ഉള്ളത്തോട് കർത്താവ് ഇടപെടലേ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവേ സ്തോത്രം നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവം ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുകയാണപ്പ അടികൾ ഓരോരുത്തരെ നീ ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഏറ്റവും അനുഗ്രഹമായി തീരുമാൻ സ്വർഗം സഹായിക്കണമേ അവരുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ പിതാവേ സ്തോത്രം 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 നന്ദിയോടെ സ്തുതിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ അടികൾ ഭാരപ്പെടുന്ന വിഷയങ്ങളെ ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെടുവാൻ സ്വർഗമോട് ഇടയാക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു അനേകം ഭവനങ്ങളെ നാളിൽ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പ പിതാവേ സ്തോത്രം സ്തോത്രം നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ കൃപയാൽ നിങ്ങളെ നിറയ്ക്കണം അനുഗ്രഹിക്കണം പ്രാർത്ഥന വിഷയങ്ങളെല്ലാം കർത്താവേ നീ മാനിച്ച് അനുഗ്രഹിക്കണമേ അടികളെ വീണ്ടും താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ എല്ലാവരെയും കർത്താവേ നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയെ സ്തോത്രം എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ സ്തോത്രം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 23-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം. 23-ാം സങ്കീർത്തനം. എല്ലാവരും എടുത്തു എന്ന് കരുതുന്നു. വായിച്ചു തുടങ്ങുന്നു. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. എന്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും കവിഞ്ഞൊഴുകുന്നു. അടുത്ത ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അരങ്ങളോർത്ത് ദൈവത്തെ സ്തുതിക്കാം. ദൈവസന്നിധി കടന്നു വരുവാൻ ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നല്ലോ, നല്ല സങ്കീർത്തനം തന്നല്ലോ. ഇന്ന് വേൽക്കാല യഹോവയെ ഇടയനാക്കിക്കൊണ്ടുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതം അതിന്റെ പരിപൂർണതയിലെത്തണം. അതിനുള്ള ചുവടുകളാണ് നമ്മൾ വയ്ക്കുന്നത്. ഇന്ന് വേൽക്കാല ഈ സങ്കീർത്തനത്തിൽ നിന്നും ധ്യാനിക്കുവാൻ, അതിൽ നിന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനിടയായി ഈ സങ്കീർത്തനത്തെ വഹിച്ചുകൊണ്ട് ഇപ്പോൾ ഇവാഞ്ചലിസ്റ്റ് രവി മാർട്ടിൻ ഓർത്ത് പ്രാർത്ഥിക്കും. പരിശുദ്ധ പിതാവേ, സ്വർഗീയ കാരുണ്യവാനായ പിതാവേ, അവിടുത്തെ പുത്രനെ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും പരിപാലകനും ഈ പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കുകയാണ് കർത്താവേ. ഞായറാഴ്ചയുടെ സഭായോഗത്തിനായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. പ്രാർത്ഥനയ്ക്കായി വേർതിരിച്ചു വന്നിരിക്കുന്ന കടന്നു വന്നിരിക്കുന്ന കർത്താവിദാസനെയും സഹോദരിയെ അടിയരെ കുടുംബത്തെയും കൂട്ടായി ദേശവാസികളെ മക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമുണ്ട് എന്ന് പകൽക്കാലം ഞാനിന്റെ കുടുംബവും ഞങ്ങളെ ഹോബയെ സേവിക്കുന്നു. പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിച്ചു. യോശുവായോടും കൂടെ പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കും. ഇന്ന് ആ പകൽക്കാലം കഥാവേ സ്തോത്രം 2 3 മധ്യത്തിലുണ്ടെന്ന കർത്താവിന്റെ അനുഗ്രഹിക്കണം. ശുശ്രൂഷിക്കാതിന്റെ മകനെയും വർദ്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മകളിലൂടെ കേൾക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷക്കാരന്റെ മകനെ ബലപ്പെടുത്തണം. പരിശുദ്ധ ശക്തിയാലും ബലപ്പെടുത്തണം. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ഇന്ന് ഞങ്ങൾ ഓരോ സമാധാന സന്തോഷവും പ്രത്യാശയും
നിറഞ്ഞവരായി ജീവിക്കുവാൻ സ്വർഗ്ഗത്തിലെ ആയിരിക്കുന്ന സ്ഥാനത്ത് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമകളെ കഥാവിത്തോളം കർത്താവിനെ കരങ്ങളാൽ വധിച്ച് ദൂതന്മാരുടെ കാവലും കോട്ടയുണ്ടായി പ്രാർത്ഥിച്ചു സമർപ്പിച്ചു. മാറ്റക്കാരൊക്കെയും കടന്നു വരുവാൻ വിശ്വാസത്തിൽ ബലപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. നല്ല ആത്മീയ ഭക്തി ജ്ഞാനം ആത്മനിറവിൽ നിറയുവാൻ സ്വർഗം സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ സഭയെ ഹല്ലേലൂയ എളിയ സഭയെ അനുഗ്രഹിക്കണം. അനേകരെ എഴുന്നേൽപ്പിക്കണം. ഹല്ലേലൂയ നല്ല ദർശകരായി, നല്ല വിചാരകരായി, ഗ്രഹവിചാരകരായി, നല്ല ആലോചനക്കാരായി കർത്താവേ സഭ ഹല്ലേലൂയ ഉണ്ടായിപ്പെടുന്ന തലമുറകളെ എഴുന്നേൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടുമാറാകണം. പ്രാർത്ഥനയ്ക്ക് എല്ലാം കർത്താവേ മറുപടി അയച്ച് നാമത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാൽ എല്ലാം കേട്ടതിനാൽ എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൃശ്യയിലായിരിക്കാം. അല്പസമയം നമുക്ക് ഈ സങ്കല്പനത്തിൽ നിന്നും ചിന്തിക്കുകയും ചെയ്യാം. തുടർന്ന് സാക്ഷ്യങ്ങൾ ദൈവജന ശുശ്രൂഷകളൊക്കെ ഉണ്ട്. നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ സഭയുടെ നെടുന്തൂണായിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് മാർട്ടിൻ ലിബിയോടൊപ്പവും കുടുംബത്തോടൊപ്പവും ആയിരിക്കാൻ ദൈവം തന്ന നല്ല അവസരത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ ഇങ്ങനൊരു അവസരം തന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒപ്പം കൂടി വന്ന സഹോദരി സഹോദരന്മാരോടും എല്ലാവരോടുമുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. വളരെ നാളുകളായി ഇങ്ങനെ ഒരു ആരാധന ദൈവസന്നിധിയിൽ നിങ്ങൾ നടത്തി വരുന്നത് വളരെ പ്രശംസനീയവും ദൈവസന്നിധിയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. മലമേൽ ഇരിക്കുന്ന പട്ടണം പോലെ പ്രകാശിക്കുന്ന ഒരു സഭയായി, കുടുംബമായി ഇവിടെ പ്രകാശിക്കുന്നവർ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. വെളിച്ചം ആരും കത്തിച്ച് പറയുടെ കീഴിലോ അത് കട്ടിലിന്റെ കീഴിലോ വയ്ക്കാറില്ല. അതെല്ലാവർക്കും പ്രകാശമായി തീരേണ്ടതിന് തണ്ടിന്മേൽ ഉയർത്തിയാത്രയെ നിർത്തണം. ഈ കയറ്റം കയറി സ്കൂട്ടറിൽ വരുമ്പോൾ അല്പം പ്രയാസം, ഭയം ഉണ്ടായി എനിക്കെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചത് മലവേൽ ശോഭിക്കുന്ന പട്ടണം പോലെയുള്ള ഒരു ഭവനമാണല്ലോ. അവിടെ ചെന്നെത്തുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, ദൈവത്തിന്റെ നിറവുണ്ട്, ദൈവത്തിന്റെ കരുണയുണ്ട്. അത് ആസ്വദിക്കുവാൻ കഴിയുമല്ലോ. ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്നു. ദൈവം എന്നെ നയിച്ച് ഇവിടെ കൊണ്ടെത്തിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഒരു നായകത്വമുള്ള ജീവിതമാണ്. അതാണ് ഒന്നാം വാക്യത്തിൽ നാം വായിച്ചു കേട്ടത്. എന്താണ്? എനിക്ക് മുട്ടുണ്ടാകുകയില്ല. യഹോവ എന്റെ ഇടയനാകുന്നു. കൂടി വന്ന നമുക്ക് ഓരോരുത്തർക്കും പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയും, എന്നെ നയിക്കുന്ന ഒരു ഇടയനാണത്. ഇടയന്റെ ദൗത്യം എന്താണ്? ഇടയന്റെ ദൗത്യം ആടുകളെ മേയ്ക്കുക, അതിന് ആഹാരം കൊടുക്കുക, ജലം കൊടുക്കുക, അതിനെ ഓരോ പാതകളിൽ കൂടെ അതിന്റെ വടിയും കോലും കാണിച്ച് ലക്ഷ്യസ്ഥാനത്തിൽ കൂടെ കൊണ്ടു നടക്കുന്നതാണ് ഇടയന്റെ ചുമതല എന്ന് പറയുന്നത്. ആടുകളെ സംബന്ധിച്ച് ഇങ്ങനെയാണെങ്കിൽ ആടുകളുടേതാകുന്ന യഹോവയുടെ ഉത്തരവാദിത്തം, അവന് നമ്മെക്കുറിച്ചുള്ള ശുഷ്കാന്തി എത്ര വലുതായിരിക്കുമെന്ന് നാം ചിന്തിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ലോകാവസാന നാളോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടിയിരിക്കാം. വാക്കു പറഞ്ഞവൻ വിശ്വസ്തൻ, വാക്കു മാറുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് ഒരു മുട്ടുണ്ടാവുകയില്ല. ഒരു പ്രതിസന്ധി വരുന്നതിന് മുൻപേ ദൈവം അതിനൊരു നീക്കുപോക്ക് കൽപ്പിച്ച് ദൈവം നമ്മെ മറുകര നടത്തുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, മോശയും ഒരു ഇടയൻ ആയിരുന്നു. ഹല്ലേലൂയ. മോശയും ആടുകളെ പരിപാലിച്ച നല്ല പരിചയമുണ്ട്. ആടുകളെ പരിപാലിച്ച് പരിചയമുള്ളവർക്കാണ് രാജസ്ഥാനം ദൈവം കൊടുത്തിട്ടുള്ളത്. ജനങ്ങളെ പരിപാലിക്കാൻ പിന്നെ അവസരം കൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെയും ദൈവജനത്തിൽ നിന്ന് ആഴത്തിൽ അതിൽ നിന്ന് പഠിക്കുമ്പോൾ, ദൈവശക്തി ഗ്രഹിക്കുമ്പോൾ നമ്മളും എന്ത് ചെയ്യും? ഇടയന്മാരായി മാറുകയാണ്. ആടുകളെ ഉപദേശിക്കാൻ, അവരെ പ്രാപ്തിയോടെ നടത്താൻ നമുക്ക് ശക്തിയും പ്രാർത്ഥിക്കാനുള്ള കഴിവും തരുന്നത് ഈ
യഹോവയാകുന്ന ഇടയനാണ്. നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കും, കർത്താവ് എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, അത് സാധിപ്പിച്ചു തരണമേ. അത് നമുക്ക് സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവമാണ് പറയുന്നത്, മകനെ മകളെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നിന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ എന്റെ സന്നിധിയിൽ അറിയിച്ചു കൊള്ളുക. ആ മുട്ട് തീർത്ത് ആ വിടവ് നികത്തി നിന്നെ പരിപാലിക്കാൻ ശക്തനായ ദൈവമാണ് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം. ആകയാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ സകല ചിന്താകുലവും നമ്മുടെ സകല ഭാരവും അവന്റെ മേൽ ഇറക്കി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്ന് ഓരോ ദിവസവും നമ്മെ ബോധ്യപ്പെടുത്തുന്ന കർത്താവാണ്. എന്താണ് ഭാരം? രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കടഭാരം, മറ്റ് ബന്ധങ്ങളിലുള്ള വീഴ്ചകൾ, ഇവയൊക്കെ നമ്മെ ഭാരപ്പെടുത്തും, നൊമ്പരപ്പെടുത്തും. ഇങ്ങനെ കർത്താവ് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ മുറിവണക്കുവാൻ ശക്തനായ ദൈവം. ഹല്ലേലൂയ. ഒരിക്കലും യിരെമ്യാവോട് ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, മുറിവ് പറ്റിയിരിക്കേണ്ട ജനത്തിന്റെ അടുത്തേക്ക് പോയി ഇങ്ങനെ പറയാ, അവർ നിങ്ങളെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോനെന്നും വിളിക്കുന്നത് കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും. ഇന്ന് പകൽക്കാലം നമ്മുടെ മുറിവുകളെ പൊറുപ്പിക്കുവാൻ, ആരോഗ്യം തരുവാനും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. നമ്മളെ അനാഥരായി വിട്ടേച്ചു പോയൊരു ദൈവമല്ല. അനേക ദൈവിക ദൂതന്മാരെയും പ്രവാചകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും അനേകതി റോളുകൾ ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് കർത്താവ് മടങ്ങിപ്പോയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ മടങ്ങിപ്പോയതുപോലെ വരും, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, പിതാവിലും വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞ് കടന്നുപോയ കർത്താവിലാണ് നമ്മുടെ പ്രതീക്ഷ മുഴുവൻ എന്ന് പറയുന്നത്. ഒരു കാലം മുട്ടുണ്ടാവുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ഹല്ലേലൂയ. രണ്ടാമത്തെ വാക്യം വായിക്കാം. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തും. പ്രൈസ് ദി ലോർഡ്. പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ആ പച്ച പോച്ച പുറത്ത് ഞാൻ കിടന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പണ്ട് ഞങ്ങളുണ്ടായിരുന്ന പള്ളിയുടെ മുറ്റം പോച്ചയാൽ നിറയും. ഞങ്ങൾ സൺഡേ സ്കൂളിൽ പോകും, കുട്ടികൾ അവിടെ എല്ലാം നിരന്ന് കിടക്കും. വളരെ സുഖാവസ്ഥയാണ്, വളരെ തണുപ്പും കുളിർമയുമുള്ള ആ പച്ച ഇലകളുടെ നടുവിൽ കിടക്കുമ്പോൾ നമുക്കൊരു സ്വസ്ഥതയുണ്ടാകുന്നു. മാത്രമല്ല, ഹല്ലേലൂയ, നമുക്കൊരു തണുപ്പുണ്ടാകുന്നു. അങ്ങനെ നമ്മെ കിടത്തി ഉറക്കുവാൻ മാത്രമല്ല, സ്വസ്ഥതയുള്ള വെള്ളവും കുടിക്കും. അവിടെ ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അല്പദാഹജലത്തിനായി നാം നോക്കുമ്പോൾ നല്ല തണ്ണീർ തോടിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ഒഴുക്ക് ജലം കുടിക്കാൻ നല്ല ഇതാണ്. ഞങ്ങളുടെ വനത്തിന്റെ ഭാഗമായതുകൊണ്ട് ഞങ്ങളുടെ വീടൊക്കെ വനത്തിൽ നിന്ന് ഒഴുകുന്ന വെള്ളമൊക്കെ ഞങ്ങൾ കുടിച്ചിട്ടുണ്ട് ചെറുപ്പകാലത്തൊക്കെ. അതൊക്കെ വളരെ ടേസ്റ്റിയാണ്, വളരെ ഊർജദായകമാണ്, വളരെ പവിത്രമായ ജലമാണ് അതിൽ നിന്ന് ഒഴുകി ലഭിക്കുന്നത്. അങ്ങനെ ഒരു കുടിപ്പിക്കുന്ന ജലം, ഈ ജലം സംബന്ധിച്ച് ദൈവജലമാകുന്ന ജലമാണ്. സ്വസ്ഥതയുള്ള, അത് നമ്മെ സമാധാനപ്പെടുത്തുന്ന, സ്വാതന്ത്ര്യപ്പെടുത്തുന്ന ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് സ്വസ്ഥതയുണ്ടാകും. ഏത് മുറിവേറ്റവനും ഏത് മരിക്കാൻ കിടക്കുന്നവനും ചാടി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഇടയാക്കുന്ന ഒരു സ്വസ്ഥതയുള്ള വെള്ളമാണ് ഈ ജലം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. 1-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായ ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. നോക്കൂ, ആ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷങ്ങളാണ് നമ്മൾ. അതിൽ നിന്ന് പാനം ചെയ്ത്, അതിൽ നിന്ന് ശക്തിപ്പെട്ട് പുഷ്ടിപ്പെട്ട് മറ്റുള്ള വൃക്ഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തലയെടുപ്പോട് തക്കകാലത്ത് ഫലം കായ്ക്കുകയും ഇലകൾ വാടാതൊക്കെ നിൽക്കുമ്പോൾ ജനം പറയും, അത് എന്തൊരു ശ്രേഷ്ഠത, എന്തൊരു വ്യത്യാസം, സാധാരണ ജനം പോലെയല്ല ഈ ജനം. കാരണം എന്താ? ദൈവവചനത്തിൽ നമ്മൾ ആഹരിക്കുന്നത് കൊണ്ടാണ്. ആത്മാവിന്റെ പോഷണമാകുന്ന ദൈവവചനം നിത്യവും കേട്ട് 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 നമ്മുടെ വേര് അതിനെ സംശീകരിച്ചെടുത്ത് നമുക്ക് ഊർജവും ശക്തിയും ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല പുഷ്ടിയുള്ള അനുഭവമുണ്ട്. നല്ല ശക്തിയിരിക്കുന്ന ആ ബലമുള്ള വാക്കുകൾ നമ്മിൽ നിന്ന് പുറപ്പെടും. അല്ലെങ്കിൽ ആ ചാവുകാറായ ശേഷിപ്പുകളെ അത് ജീവിപ്പിക്കുന്ന ശബ്ദം നമ്മളിൽ നിന്ന് പുറപ്പെടും. കർത്താവ് തന്ന അധികാരം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇന്ന് പകൽ ആ സ്വസ്ഥതയുള്ള വെള്ളം നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പാനം ചെയ്ത ശക്തിപ്പെട്ട് ദൈവത്തിന്റെ നാമത്തിന്റെ വേലിൽ ജാഗരിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കും. ദൈവത്തിന് സ്തോത്രം. അതിന് 3-ാമത്തെ വാക്യം കൊണ്ടൊന്ന് വായിക്കാം. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പ്രാണനെ തണുപ്പിക്കും. പ്രാണൻ ചൂട് പിടിച്ച് തപിച്ച് അത് നിരാശയോട് ഇരിക്കുന്ന സന്ദർഭങ്ങളാണ് നമുക്ക് തണുപ്പ് ആവശ്യമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഞാനും പലപ്പോഴും നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു ആരാധനയ്ക്ക് കടന്നു ചെന്നുമ്പോൾ അവിടെ കേൾക്കുന്ന വചനത്തിൽ നിന്ന് ഒരു തണുപ്പ് കിട്ടുമ്പോൾ മനസ്സിന് ആശ്വാസം പ്രാപിച്ച അനുഭവം എനിക്കുണ്ട്. അങ്ങനെയുള്ള അനുഭവത്തിൽ ഞാൻ കടന്നുപോയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം സഭയിൽ കടന്നു വരുന്ന ആടുകളുടെ വൈഷമ്യം ഇന്ന നിലയിലായിരിക്കും, അവിടെ മാനസിക മുറിവുകൾ ഇങ്ങനെയായിരിക്കും, അവരെ ഏത് വചനം ഉപയോഗിച്ച് കെട്ടണം, മുറിവ് കെട്ടണം, സൗഖ്യമാക്കണം എന്നൊക്കെ ദൈവം നമ്മെ പഠിപ്പിക്കും. അനുഭവങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വൈകാലം നിങ്ങളുടെ പ്രാണൻ തണുപ്പ് പ്രാപിച്ച് ശക്തിപ്പെട്ട് മാത്രമേ ഇവിടെ നിന്ന് പോവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരുനാമ നിമിത്തം നീതിപാതകൾ നടത്തുന്നു. ദൈവം ഒരു വാക്ക് പറഞ്ഞവൻ നമ്മളിൽ പണി ആരംഭിച്ചവൻ അത് പൂർത്തീകരിക്കുമെന്ന് ദൈവം പറഞ്ഞു. അതുകൊണ്ട് നീതിപാതകളിൽ നമ്മെ നടത്തി യഥാസ്ഥാനപ്പെടുത്തി ആ നിത്യയുടെ തുറമുഖത്ത് കൊണ്ടെത്തിക്കുമെന്നാണ് ഈ വചനം നമ്മോട് നൽകുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത്. പകുതി വഴിക്കിട്ട് നമ്മെ കളഞ്ഞിട്ട് പോകുന്ന ദൈവമല്ല, നീതിപാതകളിൽ നടത്തി സുസ്ഥിരമായ സ്ഥാനത്ത് നമ്മൾ പാർപ്പാണ്ടക്ക പട്ടണത്തിൽ അവരെത്തിയെന്ന് വായിച്ച് കേൾക്കുന്നത് പോലെ നമ്മൾക്ക് പാർപ്പാണ്ടക്ക പട്ടണത്തിൽ എത്തിക്കുവാൻ ദൈവ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ആകയാൽ ഭയചകിതരായി തീരേണ്ട, കർത്താവിന്റെ വചനത്തിൽ ആശ്രയിച്ച് ഉറച്ചു നിൽക്കുക. ദൈവം നമ്മെ സഹായിക്കും. 4-ാമത്തെ വാക്യം കൊണ്ട് വായിക്കാം. താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ക്രിസ്തീയ ജീവിതം എപ്പോഴും പ്രകാശമുള്ളതായി തീരണമെന്നില്ല. കുറ്റിരിട്ടും കൂരിരുട്ടും അതിന്റെ നടുവിൽ ഉണ്ടാകും. എങ്കിലും നമ്മൾ ഭയപ്പെടുകയില്ല, കാരണം ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നു. ഓരോ സദലേ പറഞ്ഞു 14 ദിനരാത്രങ്ങൾ കടലിൽ അകപ്പെട്ട് വെളിച്ചം എന്താണെന്ന് അറിയാൻ വയ്യാതെ വൈഷമ്യപ്പെട്ടപ്പോഴും പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഉറച്ചേൽപ്പി, നിങ്ങളുടെ തലയിലെ രോമം പോലും നഷ്ടപ്പെടുകയില്ല. ഇന്നലെ കർത്താവിന്റെ ദൂതൻ ദൈവം തന്നെ എന്നോട് സംസാരിച്ചു, നമ്മളൊരു തുറമുഖത്ത് അടുക്കേണ്ടതാകുന്നു. കൂരിരുട്ടോ കുറ്റിരിട്ടോ ഒരു ദൈവനെ ഭയപ്പെടുത്തില്ല, കാരണം നമ്മോട് കൂടി ഇരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ആ പ്രകാശമായി നമ്മോട് കൂടി ഇരിക്കുമ്പോൾ നമുക്ക് ഭയപ്പെടുവാൻ ഏതൊരു കാര്യത്തിനും അവകാശമില്ലെന്ന് ദൈവജനം നമ്മെ ഉറപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നീ എന്നോട് കൂടിയിരിക്കുന്നു. വടിയും കോലും എന്താണ്? ശിക്ഷണം നല്ലതാണ്. ശിക്ഷണമില്ലായിരുന്നെങ്കിൽ നാം ദൈവത്തിലേക്ക് തിരികെയില്ലായിരുന്നു. നമ്മുടെ അനുഭവം തന്നെ നാം നോക്കിയാൽ പലവിധ വൈഷമ്യങ്ങൾ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് ദൈവത്തെ അന്വേഷിപ്പാനും ദൈവശക്തിയിൽ ആശ്രയിപ്പാനിടയായി തീർന്നത്. അതുകൊണ്ട് ദൈവം തരുന്ന വടിയും കോലും നമ്മെ ആശ്വസിപ്പിക്കും, നമ്മെ ധൈര്യപ്പെടുത്തും. ഇതിന് മറുപടിയുണ്ട്, ഒരു മറുവശമുണ്ട്, നാം ചിന്തിക്കണം. നമ്മൾക്ക് ഏത് വൈഷമ്യമുള്ള കുന്നും കരകേറി നടകൊള്ളാൻ എന്റെ കാലിന് മാനിനെ പോലെ ബലം തരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിക്കാൻ അത് കൂരിരലും കുറ്റിരുട്ടും അതിന്റെ താഴ്വരയും കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നാഥൻ നിന്റെ പടകിലുണ്ട്, നിന്റെ ഉള്ളിലുണ്ട്, ഹൃദയത്തിലുണ്ട്, നിന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ആകയാൽ സകല ഭാരം അവന്റെ പേരിട്ടുകൊള്ളുക. 5-ാമത്തെ ശത്രുക്കൾ കണ്ട് നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ശത്രുക്കൾ ഇല്ലെന്ന് പറയും. ഈ ദാവീദിന് അനവധി ശത്രുക്കൾ ഉണ്ടായിരുന്നു. സഹോദരന്മാർ, ബന്ധുക്കൾ, മിത്രങ്ങൾ ഒക്കെ ശത്രുക്കളായി മാറി. പ്രൈസ് ദി ലോർഡ്. സ്വന്തം കൂട്ടുകാർ തന്നെ ചതിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ ശത്രുക്കളുടെ മുൻപിൽ ദൈവം കൈവിട്ടില്ല. തന്റെ മുൻപിൽ അത് മേശയൊരുക്കുകയാണ്. ഹാലേലൂയ. ഇന്ന് പകൽ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത്, കഷ്ടപ്പെട്ടത്, ഒറ്റപ്പെട്ടു പോയ സാഹചര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നെടുവീർപ്പിന്റെയും ദുഃഖത്തിന്റെയും കണ്ണുനീരിന്റെയും ദുഃഖ താഴ്വര കാണുമായിരിക്കാം. എന്നാൽ സർവശക്തൻ പറയുന്നത്, ഞാൻ നിനക്ക് വേണ്ടി ഒരു മേശ ഒരുക്കുവാൻ പോകുന്നു. ഹാലേലൂയ. അത് കണ്ണുനീരിന്റെ മേശയല്ല, സുഭിക്ഷതയുടെ ആഘോഷത്തിന്റെ ഞഘോഷത്തിന്റെ ഉല്ലാസം എവിടെയുണ്ട്? യഹോവഭക്തന്മാരുടെ ഭവനങ്ങളിലുണ്ട്. കാലം ശത്രുക്കൾ, നിന്നെ നിന്ദിച്ച ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കും. ഹല്ലേലൂയ. സഹോദരന്മാർ പറഞ്ഞില്ലേ, നീ യുദ്ധം കാണാൻ വന്നതല്ലേ? എന്തിനാണ് അപ്പന്റെ ആടുകളെ ഉപേക്ഷിച്ചിട്ട് വന്നത്?
സഹോദരന്മാരുടെ പരിഹാസത്തിന്റെ മുൻപിൽ ദൈവം തന്നെ രാജാവായി അഭിഷേകം ചെയ്ത് ഉയർത്തി മാനിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നെയും എന്നെയും കൂടെ മാനിക്കുവാൻ ദൈവം സർവശക്തനാണ്. പകൽക്കാലം ആ ഒരു ഉറപ്പിന് പ്രാപിക്കട്ടെ. Praise the Lord. Hallelujah. അതെ, എന്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ നമുക്കൊന്നിനും കുറവില്ലാതെ വേണം ഒരു പൂർത്തീകരണത്തിന്റെ അനുഭവം ഉണ്ടാകും. അല്ല, എന്തൊക്കെ ഈ ലോകത്തെ ഭൗതിക നന്മ നേടിയാലും മനുഷ്യന്റെ ഒരു ശൂന്യത ബോധമുണ്ട്. ആ ശൂന്യത ദൈവമക്കൾക്കില്ല. കാരണം ദൈവത്തിന്റെ എണ്ണ അവന്റെ ശിരസ് മുതൽ പാദം വരെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ എണ്ണ കവിഞ്ഞൊഴുകുന്നിടത്തോളം കാലം നമുക്കൊരു ശൂന്യത ഉണ്ടാകുകയില്ല. നിറഞ്ഞ പുഷ്ടിപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മെ ദിനംതോറും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകും. പാനപാത്രം എന്താണ്? പ്രൈസ് ദി ലോർഡ്. നമുക്കുള്ള പാനം ചെയ്യാനുള്ള പാത്രം, അല്ലെങ്കിൽ ഭക്ഷണപാത്രം, ഇതൊക്കെ നിറഞ്ഞു കവിയുന്ന ഒരു സമ്പൽ സമൃദ്ധിയുടെ അനുഭവം ഒരു ദൈവമക്കൾക്ക് വെച്ചിട്ടുണ്ട്. അതിന്റെ സമയത്ത് അത് വരും നിശ്ചയം. ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് വരും നിശ്ചയം. അത് വരാതിരിക്കൽ ഈ ഉറപ്പുള്ള ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ഓരോ സമയങ്ങളിൽ കേട്ട ദൈവവചനം, പ്രവചനവചനങ്ങൾ, ദൂതുകൾ, അത് ദർശനങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാതെ പോകുകയില്ല. ദർശനത്തിന്റെ അവധി വെച്ചിരിക്കുന്ന പേരും യോസേപ്പിന്റെ സ്വപ്നത്തെ കുഴിച്ചു മൂടുവാൻ അതേ സ്വന്തം സഹോദരന്മാർ ശ്രമിച്ചിട്ടും അത് സാധ്യമാകാൻ ദൈവത്തിന്റെ സമയത്ത് ദർശനം പൂർത്തീകരിക്കപ്പെട്ടതുപോലെ പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ആ ദർശനം പൂർത്തീകരിക്കപ്പെടുമെന്ന് ദൈവജനം പറയുന്നു. ആ പാനപാത്രം നിറഞ്ഞു കവിയും. ഇന്നത്തെ ശൂന്യതയല്ല നാളെ കാണാൻ പോകുന്നത്. പ്രത്യാശയോട് കാത്തിരിക്കുക. ഹോവയ്ക്കായി കാത്തിരിക്കുന്ന ശക്തി പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. അവർ നടക്കുമ്പോൾ വീഴുകയോ ഓടുമ്പോൾ തളർന്നു വീഴുകയില്ല. ഇന്ന് വേൽക്കാലം കഴുകന്റെ ബുദ്ധിയും കഴുകന്റെ ദർശനവും കഴുകന്റെ കാഴ്ചപ്പാടും കഴുകന്റെ വേഗതയും കഴുകന്റെ ആയുസ്സും തന്ന് നമ്മെ പുനരുദ്ധരിക്കുമെന്ന് ദൈവാത്മാ പറയുമ്പോൾ അതിൽ ശരണപ്പെട്ടോണം, അതിൽ ശക്തിപ്പെട്ടോണം, അതിൽ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട ദൈവത്തിന് മഹത്വം കൊടുത്തുകൊള്ളണം. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവർ, ശൂന്യതകൾ മാറും. അത് നിറഞ്ഞ അനുഭവം നമുക്കുണ്ടാകും. പൂർണ്ണമായി വിശ്വസിക്കുക. അവൻ നമ്മെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞതുപോലെ വാക്ക് പറയുന്ന വാക്ക് മാറാത്തവൻ വിശ്വസ്തൻ നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തെ സ്തുതിക്കാം. 6ാമത്തെ വാക്യം കൂടെ നോക്കൂ പ്രിയമുള്ളവരെ, നമ്മൾ നന്മ തേടി ഗൾഫിലും അമേരിക്കയിലും പോയി അലഞ്ഞു തിരിയേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ അത് ശബ്ദം കേട്ട് നയിക്കുന്ന ഒരുവിനെ സംബന്ധിച്ച് അവന്റെ അടുത്തേക്ക്, അവന്റെ ഭവനത്തിലേക്ക്, അവന്റെ സഭയിലേക്ക് നീ നന്മയും കരുണയും വന്നെത്തിച്ച്. ദാവീദ് മറ്റ് പരദേശിയായി എങ്ങും പോയില്ല. 1.5 വർഷക്കാലം അത് തനിക്കൊരു ട്രെയിനിങ് എന്ന വണ്ണം ആഖീസിന്റെ അടുത്ത് പോയെങ്കിലും തന്റെ സ്വരാജ്യത്ത് തന്നെ ആയിരുന്നു താൻ മിക്ക സമയങ്ങളിലും. പ്രിയമുള്ളവരെ, നമ്മെ അതേ അനാഥരായി പ്രവാസിയായി അന്യദേശത്തേക്ക് ഉഴലുവാനോ നമ്മെ വലിച്ചെറിയുവാനോ സമ്മതിക്കാതെ നമ്മുടെ രാജ്യത്തിനകത്ത് വെച്ച് തന്നെ നമ്മെ അഭിഷേകം കൊണ്ട് നിറച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ഭവനത്തിനകത്ത്, നമ്മുടെ ദേശത്തിനകത്ത്, ഈ പട്ടണത്തിൽ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞു ഈ പട്ടണത്തിൽ വെച്ച് തന്നെ നമ്മെ അനുഗ്രഹിക്കും. പകൽക്കാലം വേറെ എവിടെയെങ്കിലും കൊണ്ട് അതെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ആലയത്തിൽ വസിക്കുവാൻ പാസ്റ്റർമാരായി സുവിശേഷന്മാരെയൊക്കെ അവസരം ലഭിച്ചിരിക്കുന്നത് ഒരു വലിയ ഭാഗ്യ പദവിയാണ്. കാരണം ഇത് ദൈവത്തിന്റെ നിയോഗമാണ്, ദൈവത്തിന്റെ അനുഗ്രഹമാണ് ദീർഘകാലം ദൈവത്തിൽ ആലയത്തിൽ വസിക്കുക എന്നുള്ളത്. ഇന്ന് പോലെ പ്രിയമുള്ളവരെ, നന്മയും കരുണയും അതെ പിന്തുടരും കേട്ടോ. അയൽക്കാലമൊക്കെയും പിന്തുടരും, മരിക്കുന്നത് വരെ പിന്തുടരും. രോഗിയായിരുന്നാലും നഷ്ടം സഹിക്കേണ്ടി വന്നാലും ക്ലേശം സഹിക്കേണ്ടി വന്നാലും ദൈവം പറയുന്നത് അത് ഞാൻ നിന്നെ കരുതും, ഞാൻ നിനക്ക് വേണ്ടി കരുതും. നിങ്ങളുടെ സകല ഭാരവും അവന്റെ ചുമലിൽ വെച്ചുകൊള്ളുക എന്നാണ് പറയുന്നത്. ഇന്ന് പകൽ എത്ര പേർക്ക് അത് വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയും? കർത്താവേ, ഞാൻ അങ്ങ് ഇടയനാക്കിക്കൊണ്ടുള്ള എന്റെ ജീവിതത്തിൽ പല പല ശോധനകളും പരീക്ഷണം കടന്നു വരുന്നുണ്ട്. എങ്കിലും
ഞാൻ നിന്നെ പിന്മാറാതെ അല്ലെങ്കിൽ നിത്യതയിലെത്തോളം ഞാൻ പിന്തുടരും. ഞാൻ വരും നിന്റെ കൂടെ, അവിടെ നിന്റെ കൂടെ ഉണ്ടായിരിക്കണമേ. കുറ്റിരട്ടിന്റെയും കൂരിട്ടിന്റെയും അനുഭവങ്ങൾ അതേ കൂടെ ഞാൻ കടന്നു പോകുമ്പോഴും എന്നെ ഉപേക്ഷിക്കരുത്, എന്നോട് കൂടെ തന്നെ ഇരിക്കണമേ. ദാവീദിനെ വഴി നടത്തിയ കർത്താവേ, എന്നെ അവിടുന്ന് വഴി നടത്തണമേ എന്ന് പറയുന്നവനോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ഇന്ന് പൽക്കാലം അവനോട് ഇടപെടാനുണ്ട്. അവന്റെ ആ ശൂന്യത നിറച്ച് സമൃദ്ധിയിലേക്ക് ദൈവം നയിക്കുവാനിടയായിത്തീരും. ഈ താൽക്കാലിക ശൂന്യതകൾ കണ്ട് നെടുവേർപ്പെടേണ്ട കാര്യമില്ല. ഈ താൽക്കാലിക വീഴ്ചകൾ അതേ താഴ്ചയോ അതേ കൊണ്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ഇന്ന് പൽക്കാലം ദൈവം നിന്നെ ഉയർത്തുമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാ. ദൈവം നിന്നെ വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാ. ഇന്ന് പൽക്കാലം ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ സമർത്ഥമായി അനുഗ്രഹിക്കുവാൻ കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നടുവിലുണ്ട്. പൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും, ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും? ഉപകർത്താവ്, ഞാനത് വിശ്വസിക്കുന്നു. ഇന്ന് പൽക്കാലം എന്റെ പാനപാത്രം നിറഞ്ഞു കവിയും. എന്റെ ബിസിനസ്, എന്റെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അറിവുകൊണ്ട്, കഴിവുകൊണ്ട്, മികവുകൊണ്ട് എന്റെ ബുദ്ധിയെ ദൈവം അനുഗ്രഹിക്കും. അത് പറയണോ, എന്റെ പാനപാത്രം എന്റെ ബുദ്ധിയാണ്, അത് എന്റെ മനസ്സാണ്, അതിലേക്ക് അറിവ് വന്ന് വീഴണമേ. അറിവിനെ സംശീകരിക്കാനുള്ള കൃപ എന്ന് ബുദ്ധിക്ക് തരണമേ കർത്താവേ. അത് സാമ്പത്തിക കുറവുള്ളവർക്ക് പറയണേ, കർത്താവേ സാമ്പത്തികമാണ് എന്റെ പാനപാത്രം, എനിക്കതെന്ന് അറിയണം. അത് ഇന്ന് പകൽക്കാലം നിറച്ച് കർത്താവ് വിടുവാൻ വിശ്വസ്തരായ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുക. സാമ്പത്തിക വഴികൾ ദൈവം തുറക്കും, പുതിയ വഴികൾ ദൈവം തുറക്കും, സമാധാനത്തോട് ദൈവം നടത്തും. ഇന്ന് പൽക്കാലം ഏത് വിധത്തിലാണ് ആ പാനപാത്രം ഇരിക്കുന്നത്, ആവശ്യത്തെ ദൈവത്തോട് തുറന്നു പറയുക. അതെ, ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമാക്കി തരുമെന്ന് അരുളി ചെയ്തു. നമ്മളെ അനുഗ്രഹിപ്പാൻ കാത്തു നിൽക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ കർത്താവേ? അല്ലെങ്കിൽ അവിടത്തേക്ക് സകലതും കഴിയുമെന്ന് ഞാൻ അറിയുന്നു, വിശ്വസിക്കുന്നു എന്ന് ഇന്ന് പൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന ജീവിതത്തിൽ ഒരു അത്ഭുതം ദൈവത്തിന് ചെയ്തെടുക്കാനുണ്ട്. ഇന്ന് പൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുക. അത് നിറഞ്ഞ പാത്രവുമായി നിനക്ക് കടന്നു പോകാം. അല്ലെ, ശൂന്യകാലത്തിൽ ശൂന്യത മാറും, അല്ലെങ്കിൽ കഷ്ടങ്ങൾ മാറും, എല്ലാവിധമായ പ്രയാസങ്ങളും മാറ്റി ഇന്ന് പൽക്കാലം നിറയ്ക്കുവാൻ സർവശക്തൻ കടന്നു വന്നിട്ടുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. നന്മയും കരുണയും പിന്തുടരുമാറാക്കുന്ന ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. അവൻ പറയും, നീ ഭയപ്പെടേണ്ട, അല്ലെ നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക. ഹല്ലേലൂയ. ഇന്ന് പകൽ അത് പൂർണ്ണമായി ആ ദൈവത്തെ ഇടയനാക്കിയിട്ടില്ലെങ്കിൽ ഹൃദയം ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, പലപ്പോഴും പകുതി അവിടെയും പകുതി ഇവിടെയുമായി ഞങ്ങൾ കർത്താവെ അങ്ങ് പൂർണ്ണമായി സ്വീകരിപ്പാൻ കഴിഞ്ഞിട്ടില്ല. ഈ നിമിഷം കർത്താവ് തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെ നേടിയിരിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്ന കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ നിൽക്കുമെന്നുണ്ടല്ലോ. ഇന്ന് മേൽക്കാലം കർത്താവെ, എന്നെ ഒന്ന് ഉറപ്പിച്ച് നിർത്തണമേ, എന്നെ ഒന്ന് സഹായിക്കും. ഏൽപ്പിച്ചു കൊടുക്കാം. അല്ലെ, കേട്ട തിരുവചനത്തിന്റെ മുൻപാകെ പ്രിയമുള്ളവരെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകൽക്കാലം ദൈവം സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തനത്തെ അതേ നമുക്ക് വാഴ്ത്തി അനുഗ്രഹിച്ചു തന്നല്ലോ, നുറുക്കി ഭക്ഷിപ്പാൻ ദൈവം ഇടയാക്കിയല്ലോ. വീണ്ടും കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല വചനങ്ങളെ തന്നതിനായ സ്തോത്രം. ഇന്ന് പകൽ ഈ കേട്ട വചനങ്ങളുടെ ഹൃദയത്തിൽ പതിയുവാനും സംഗ്രഹിപ്പാനും നൂറുമേനിയായ ഫലം കഴിപ്പാനും ദൈവരെ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള കർത്താവ് സാക്ഷ്യങ്ങൾ, തുടർന്നുള്ള വചന ശുശ്രൂഷകൾ, തുടർന്നുള്ള കർത്താവെ എല്ലാ അതേ നല്ല കാര്യങ്ങളും ദൈവം നിർവഹിച്ച് ദൈവ സാന്നിധ്യബോധത്തോടെ മടങ്ങി പോകുവാൻ ഞങ്ങളെ സഹായിക്കും. തൃക്കരയിൽ കാഴ്ച ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ. ഇനി സാക്ഷ്യങ്ങൾക്കുള്ള സമയമാണ്. എല്ലാവർക്കും എന്നിട്ട് സാക്ഷ്യങ്ങൾ ദൈവസന്നിധിയിൽ അറിയിക്കാം. ഹല്ലേലൂയ. സൃഷ്ടികളൊന്നായി പോലെഴുതിരുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളൊന്നായി പോലെഴുതിരുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. കോടികാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം
ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നു. ഞായറാഴ്ച എല്ലാവരുടെ ആരാധിക്കാനും സ്തുതിക്കാനും കുട്ടി വിധങ്ങളെ ഓർത്ത് ദൈവത്തോട് സ്തുതിക്കുന്നു. കാലമായി ബൈബിൾ ഉപദേശത്തിനും കുറെ ദിവസങ്ങളായി കൊണ്ട് വന്നിരിക്കുവാനും ദൈവത്തെ ആരാധിക്കാനും അതിനെ നടത്തിയ ദൈവത്തോട് സ്തുതിക്കുന്നു. ബുധനാഴ്ചക്കാലം ദൈവസാമി ജയിക്കുമാറാണ്. ആവശ്യങ്ങളും എക്സാമൊക്കെ കടന്നു വരുന്നിരിക്കുന്നു. ദൈവമേ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എക്സാമൊക്കെ ജയിക്കാനും നടത്തുമാറാണ്. അടിവാക്യം വെച്ച് താഴ്ന്നിരിക്കുന്നത് അപ്പോസ്തലൻ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:13 വാക്യം. അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടാക്കിയാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാത്തിലും ഇതേ സമ്പൂർണ്ണയുടെ ബന്ധമായി സ്നേഹം ധരിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സാക്ഷ്യമായ കർത്താവിന്റെ സമയത്ത് സ്തോത്രം. ഒരാഴ്ചക്കാലം കർത്താവ് നടിയെ കത്ത് പരിപാടിച്ച് നടത്തിയ സ്തോത്രം. കഴിഞ്ഞ ആഴ്ച കാലമൊക്കെ ആരാധന പ്രാർത്ഥനകൾക്ക് എല്ലാവരുമായി കൂടി ആരാധന പ്രാർത്ഥനയിലായിരിക്കാൻ അതാത് സ്ഥാനങ്ങളിലും കടന്നു പോവുകയൊക്കെ ചെയ്ത് ദിവസം കൂടി എൻ്റെ ദൈവത്തോട് ഞങ്ങൾക്കായി ഓടുന്ന ആരാധന പ്രാർത്ഥനയൊക്കെ കടന്നു വരുവാനും ഒക്കെ കർത്താവ് ബലപ്പെടുത്തിയ കൃപയൊക്കെ നമ്മൾ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവ് ഒരാഴ്ചക്കാലം എൻ്റെ കർത്താവ് തന്നെ ഉപകാരങ്ങളൊക്കെ നന്ദിയോടെ ഈ ദിവസത്തിൽ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അവർക്ക് എല്ലാം എൻ്റെ ദൈവനടീനെ കുറിച്ച് ബന്ധപ്പെടുന്ന കൃപയൊക്കെ നന്ദിയുടെ സ്തോത്രം. ആഴ്ചകളിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ കർത്താവ് സന്തോഷവും സമാധാനമായിരിക്കാനൊക്കെ എൻ്റെ ദൈവം നിൽക്കുമെന്നുള്ള പ്രത്യാശയോടെ ആയിരിക്കുന്നു. എന്നെ സന്തോഷിപ്പിച്ച വചനങ്ങളിൽ കർത്താവ് അവിടുന്ന് ബലപ്പെടുന്ന പ്രത്യാശയോടെ എന്നെ സന്തോഷിപ്പിച്ച ഒരു വചനം വായിച്ചു ദൈവത്തിനെന്താണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 26:6 6-7 വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു ബെഥേനയിൽ കുഷ്ഠരോഗിയായിരുന്ന സീമോന്റെ വീട്ടിലേക്ക് ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെൺകൽവരണി എടുത്തുകൊണ്ട് അവന്റെ അടുക്കൽ അവൻ പന്തിയിൽ ഇരിക്കുമ്പോൾ അത് അവന്റെ തലയിൽ കുറിച്ചു. ശിഷ്യന്മാർ അത് കണ്ടിട്ട് മുഷിഞ്ഞു. നീ വെറും ചെലവ് എന്തിന്? ഇത് വളരെ വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ അവരോട്, സ്ത്രീയെ അസൂയപ്പെടുത്തുന്നത് എന്ത്? അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുത്തുണ്ട്, ഞാൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇല്ലാതാണ്. അവൾ ഈ തൈലം എൻ്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എൻ്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകും. ലോകത്തിൽ എന്നും ഈ സുവിശേഷം പ്രസംഗിക്കുന്നതിനടുത്തല്ല അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. തിരുവചനങ്ങളാലും എല്ലാവരും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ദൈവത്തിന് നല്ല അവസരത്തെ ദൈവത്തെ അനുഗ്രഹിക്കപ്പെട്ട ഞാൻ എല്ലാ സൺഡേയിലും പറയുന്ന ഒരു കാര്യം ദാസനറിയോ അനുഗ്രഹമേറിയ ഒരു ദിവസമാണ് സൺഡേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. 6 ദിവസം കൊണ്ട് വേല ചെയ്യുക നടന്ന സ്വസ്ഥമായി അറിയുക എന്ന് പറയുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം കൂടി. സൈസലോട് ഹാലല്യ. എന്നാൽ ഇന്ന് വാൽക്കാലം ഹല്ലേലൂയ ഞാനും ഇന്ന് വളരെ ലേറ്റായാണ് വന്ന് ഇറങ്ങിയിരുന്നെങ്കിലും തക്ക സമയത്ത് ആരാധന തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ എത്തുവാനും ദൈവം സഹായിച്ച ആ വലിയ കൃപയോർത്ത് നമ്മളുടെ സ്തുതിക്കുക. ഇവിടെ 10:30 നമ്മൾ ആരാധന സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാസം ടൈം തന്നിരിക്കുന്നത് എങ്കിലും 10:15 11 ഞങ്ങൾ ആരാധനയൊക്കെ തുടങ്ങുമെങ്കിലും വളരെ ചെറിയ കൂട്ടമാണെങ്കിലും ദൈവം വളരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നമ്മെ നിറയ്ക്കുന്നു. ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ച പ്രിയ കടന്നു വന്ന പ്രിയ ദാസനെ സഹോദരന് പ്രിയദാസന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ഒന്ന് കാണുവാനൊക്കെ ഒന്നിച്ച ദിവസങ്ങളിലായിരിക്കാനും പ്രിയദാസനിലൂടെ കേട്ട 23-ാം സങ്കീർത്തനം വളരെ അനുഗ്രഹമേറിയ ഒരു വചനം കൂടിയാണ്. എപ്പോഴും എനിക്ക് പ്രിയദാസനോട് ഞാൻ എപ്പോഴും പറയും, ഞാൻ വചനം ആര് സംസാരിച്ചാലും ഞാൻ പെട്ടെന്ന് വചനമാണ് ഞാൻ പറയുന്നത്. പെട്ടെന്ന് പറയാം പേടിയില്ലേ എന്ന് പറയുമ്പോഴും പറയുന്ന പെട്ടെന്ന് ഒരു വാക്യമുണ്ട്, ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു ഞാൻ നിന്റെ ദൈവമാണ്. യഹോവ എന്റെ ഇടയനാവുന്ന എനിക്കൊന്നും ഉണ്ടായിരുന്നു. പ്രൈസലോ. എന്റെ കുടുംബത്തെ കുറിച്ച് എന്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണ് പ്രിയദാസൻ. പിന്നീട് പ്രിയദാസൻ പറയും
വളരെ ഒരു പ്രതിസന്ധിയിലൂടെ ആണ് ഞാൻ കടന്നു വരുന്നത്. ഞങ്ങൾ കല്യാണികളായിരുന്നപ്പോൾ ഇപ്പോൾ 2016 രക്ഷിക്കപ്പെട്ടത്, സ്നാനപ്പെട്ട ദിവസനിലായിരിക്കാൻ കഴിഞ്ഞു. കുഞ്ഞുങ്ങൾ 3 പേരുണ്ട്. അവര് പഴയ കാലങ്ങളിൽ കടന്നു വന്നിരുന്നു. പ്രിയ മകള് ഇപ്പോൾ 1 മാസക്കാലമായിട്ട് കടന്നു വരാതെ ഇരിക്കുന്നു. വളരെ ഒരു കുടുംബത്തിന്റെ എന്ന് പറയുമ്പോൾ പാരമ്പര്യ ബന്ധനത്തിൽ അകപ്പെട്ട ഒരു ജീവിതത്തിലൂടെയാണ് ഞാൻ കടന്നു വരുന്നത്. എങ്കിലും വിശ്വാസം എന്നത് ഹാലലിയ ആ ദൈവം ഉറച്ചുള്ള ഒരു വിശ്വാസമായത് കൊണ്ട് ഹാലലി ദൈവം നമ്മെ നടത്തുകയുള്ളൂ. ഞാൻ തളരുകയില്ല, പതറുകയില്ല. എന്റെ ജീവിതഘട്ടങ്ങളിലൂടെ കണ്ണുപിടിക്കുമ്പോൾ എനിക്കിതൊന്നും വേണ്ട, ഈ ലോകത്തിൽ ജീവിക്കുകയേ വേണ്ട എന്നുള്ളൊരു കാര്യങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. എങ്കിലും ദൈവം എന്നെ ബലപ്പെടുത്തി. നമ്മുടെ ദൈവം അത്ര വിശ്വസ്തനാണ്. ഹാലലിയ വളരെ പ്രതിസന്ധി പറഞ്ഞല്ലോ, ഹാലലിയ വളരെ പ്രതിസന്ധിയുടെ നടുവിലൂടെ ഇന്നും കടന്നു വരുവാനായിട്ടൊക്കെ ഇടയായത്. എങ്കിലും ഹാലലിയ ദൈവം ബലപ്പെടുത്തുന്നു, ശക്തീകരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം എന്റെ കുടുംബത്തെയും കർത്താവ് അടികളുടെ ചെറുതും വലുതുപോലെ ആവശ്യങ്ങളും അതിനിടയിലായിരുന്ന ഇടങ്ങളിലൊക്കെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു. ചെയ്യുന്ന എല്ലാ നല്ല ഉപകാരങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. സമയം പ്രിയദാസിനെ നമുക്ക് വചനം ശുശ്രൂഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഹാലലിയ സമയത്ത് ഹാലലിയ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളൊക്കെ അനേക കുഞ്ഞുങ്ങളൊക്കെ കടന്നു വരുവാനായിട്ടുണ്ട്. ദൈവം ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഹാലലിയ കുടുംബമായിട്ട് ദിവസത്തില് ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നുള്ള വചനം ഹാലലിയ അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ചെയ്യുന്ന നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ദിവസങ്ങളിൽ കളിക്കാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവചനം 3:15-16 വാക്യം. എന്റെ ജനത്തെ തകർത്ത് കളയുവാനും എളിയവരെ ദുഃഖിക്കാനും നിങ്ങൾക്ക് എന്ത് കാര്യം എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. തുടർന്ന് നമുക്ക് ഒരു പാട്ട് പാടുകയും സ്തോത്ര കാഴ്ച ചെയ്യാം. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഒരു പാട്ട് പാടിയോ? നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഇന്ന് പകൽ സാക്ഷ്യവാദ്യങ്ങളിലൂടെ പ്രാർത്ഥന ചോദിച്ച വിഷയങ്ങൾ നൽകപ്പെട്ട സ്തോത്രകാഴ്ച ഇവയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. വിവിധ ആവശ്യങ്ങളുണ്ട്. പഠിക്കുന്ന കുട്ടികളുണ്ട്. പഠിക്കുന്ന വിഷയങ്ങളിൽ ദൈവം അനുഗ്രഹിക്കണം. വലിയ മറ്റ് രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ ദൈവം സൗഖ്യമാക്കണം. ദൈവത്തിന്റെ വലിയ ഒരു ഇടപെടൽ എന്ന് ജീവിതത്തിൽ മടങ്ങിപ്പോകുമ്പോൾ വലിയ കൊള്ള കണ്ടു കിട്ടിയവരെ പോലെ ദൈവത്തിന്റെ ആത്മാവിൽ ശക്തിപ്പെട്ട് ബലപ്പെട്ടു പോകാൻ ദൈവം സഹായിക്കണം. ഇന്ന് കാലം പ്രാർത്ഥന ചോദിച്ച എല്ലാവരും ദിവസത്തെ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, ഇന്ന് പകൽ ഞങ്ങളുടെ മുൻപിൽ നീട്ടപ്പെട്ട സ്വസ്ത്ര കാഴ്ചയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നീട്ടപ്പെട്ട കാര്യങ്ങൾ കർത്താവിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ദൈവം നിറച്ചു കൊടുക്കണം. ദൈവനാമ മഹത്വത്തിനായി കർത്താവെ 100 മടങ്ങായി ദൈവം വർദ്ധിപ്പിച്ചവരുടെ കാര്യങ്ങളിൽ അവരുടെ കുടുംബങ്ങളിൽ അനുഗ്രഹമായി മാറേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവത്തിന്റെ അത്ഭുതം
ദൈവം നടത്തണമേ. ദൈവത്തിന്റെ കൃപ ദൈവം ഇതിൽ വ്യാപരിപ്പിക്കണം. വലിയ പ്രാർത്ഥന ചോദിച്ചവർ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപയോട് കൂടി ഇരിക്കണം. സൗഖ്യം കൊടുക്കണം, വിടുതൽ കൊടുക്കണം, സമാധാനം കൊടുക്കണം, ഐശ്വര്യം കൊടുക്കണം, സമ്പത്ത് ആവശ്യം സമ്പത്തും കൊടുക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കും. ഒരു കാര്യം താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. തുടർന്ന് വചന ശുശ്രൂഷ കേൾക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഇവാഞ്ചലിസ്റ്റ് സുവിശേഷകൻ രബി മാർട്ടിൻ സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട് വിശ്വാസിൽ കടന്നു വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വളരെ കാര്യങ്ങൾ പറയാനുണ്ട്, പങ്കുവയ്ക്കാനുണ്ട്. ഹല്ലേലൂയ. സ്വന്തം അനുഭവങ്ങൾ പറഞ്ഞാൽ ദൈവത്തെ മുഖാമുഖം കണ്ടതുപോലുള്ള അനുഭവമാണ് അദ്ദേഹം എപ്പോഴും വിവരിച്ച് കേൾക്കുമ്പോൾ ഒരു ആത്മീയ ഉണർവ് എനിക്കും ലഭിച്ചിട്ടുണ്ട്. അത് നമുക്ക് കേൾക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിൽ നിന്ന് ദൈവവചനവും തന്റെ സാക്ഷ്യവും തന്റെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ കാഴ്ചപ്പാടും നമ്മോട് പങ്കുവയ്ക്കും. ആകയാൽ നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ പ്രിയപ്പെട്ട രബി മാർട്ടിനെ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് പറ്റനാമത്തിൽ ക്ഷണിക്കുന്നു. ദയവായി കരങ്ങളടിച്ച് ദൈവനാമം മഹത്വപ്പെടുമാറായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ വിശുദ്ധ ഞായറാഴ്ചയുടെ പകൽക്കാലം എല്ലാ പ്രിയ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ തുല്യമായ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അതുപോലെ കഴിഞ്ഞ വർഷങ്ങളായി, കടന്നു വരുന്ന വർഷങ്ങളായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് വേർതിരിക്കപ്പെടുന്ന ഈ വിശുദ്ധ കൂട്ടായ്മയുടെ വിശുദ്ധ സഭായോഗമാണ് ഇന്ന് പകൽക്കാലം ഇവിടെ ദൈവനാമത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് വളരെ സന്തോഷമുണ്ട്. വളരെ കാലമായി ഭവനത്തിൽ നാം ചേർന്ന് ആരാധനയുടെ ഒരു കൂട്ടായ്മ ഒരുക്കി അനേകരുടെ ദേശത്തെ വെളിച്ചമായും അനേകർക്ക് അത് രക്ഷയുടെ മാർഗമായി തീരുവാൻ ദൈവം ഒരുക്കിയ ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. അതുപോലെ കഴിഞ്ഞ നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ പ്രതികൂലങ്ങളുടെ നടുവിലൂടെയാണ് നാം കടന്നു വന്നത്. വീണ്ടെടുപ്പിന്റെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ഹല്ലേലൂയ ഒറ്റപ്പെട്ട ഒരു വലിയ പ്രതികൂലങ്ങളുടെ സാഹചര്യത്തിലൂടെ ആണ് ഈ ആത്മീയ ജീവിതത്തിൽ ഇത്രത്തോളം പിടിച്ചു നിൽക്കുവാൻ, ബലപ്പെടുവാൻ തക്കവണ്ണം കർത്താവിന്റെ കൃപ നമുക്ക് നൽകിയത് കൊണ്ട് തന്നെയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം നമുക്ക് പ്രിയദാസനായ ഹല്ലേലൂയ പ്രിയ അനുസാൻ ബ്രദർ ഇന്ന് പകൽക്കാലം ഇവിടെ നമ്മുടെ ഈ അനുഗ്രഹിക്കപ്പെട്ടതായ കൂട്ടായ്മയുടെ ഭാഗമായി ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ ദൈവം തന്റെ മകനെ ഇന്ന് നിയോഗപ്രകാരം ചേർത്തതിനായി നമുക്ക് ദൈവത്തെ നന്ദി മകന്റെ ശുശ്രൂഷയും വളരെ അനുഗ്രഹിക്കപ്പെട്ടതായി നമുക്കറിയാം. ടി വി അതുപോലെ മീഡിയയിലൂടെയൊക്കെ അദ്ദേഹം വളരെ ദൈവവചനങ്ങൾ വചന സ്റ്റഡി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കേൾക്കുവാനും ഒക്കെ കഴിയുന്നുണ്ട്. എങ്കിലും തന്റെ മകന്റെ ശുശ്രൂഷയിൽ ദൈവം വളരെ പ്രാഗൽഭ്യത്തോടെ ദൈവം തന്റെ മകനെ ഇന്ന് പകൽക്കാലം എടുത്ത് ഉപയോഗിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് തന്റെ മകനെയും ദൈവകരങ്ങളെ ഏൽപ്പിക്കാം. ഈ എളിയ ശുശ്രൂഷ അല്ലെങ്കിൽ എളിയ ഈ സഭ കൂട്ടായ്മ ഇവിടെ നമ്മൾ നടത്തപ്പെടുന്നത് വളരെ പരിമിതിക്കുള്ളിലാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ മറ്റുള്ള സമൂഹത്ത് ഇന്നത്തെ കാഴ്ചപ്പാട് അനുസരിച്ച് ഇന്ന് അനേക സഭകള് രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അനേക ജഡീക സഭകൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അതിലൊക്കെ വ്യത്യസ്തമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന ഈ വിശുദ്ധ സഭ ദൈവത്തിന് പ്രസാദമായി തീരുവാൻ ഇന്ന് പകൽക്കാലം ഇടയാകട്ടെ. അതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മളുടെ കൂടെ ഇരിക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ
നാളുകളിലൊക്കെ ദൈവം എന്നെ എടുത്തുപയോഗിക്കുന്നുണ്ട്. തക്കതായ ആ ദൈവകൃപയിൽ നിൽക്കുവാൻ അടിയനെ ദൈവം ബലപ്പെടുത്തുന്ന ഓർത്ത് സ്തുതിക്കുന്നുണ്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങളെ ചെറിയ നാളുകളായി ഞാൻ കണ്ടുമുട്ടി ഈ ബ്രദറെ ഇവിടെ കടന്നു വരുവാനുണ്ടായിരുന്നു. നമ്മുടെ ഒരു വളരെ കർത്താവിൽ ഒരു വളരെ സ്നേഹിതനാണ്. കഴിഞ്ഞ നാളിൽ ഞങ്ങൾ കണ്ടുമുട്ടി. അന്നേരം തൻ്റെ ആത്മീയ വിഷയങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ഒരിക്കൽ ഞാൻ കടന്നു വരുമെന്നൊക്കെ പറയുവാനിടയായി. എങ്കിലും ഇന്ന് കടന്നു വരുവാൻ ദൈവം തന്റെ മകനെ അനുഗ്രഹിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ട് മറ്റുള്ള അനേകരുടെ ജീവിതത്തിൽ കണ്ണിന്മേലിരിക്കുന്ന ആ വെളിച്ചം പ്രകാശം പോലെ, ആ വിളക്ക് പോലെ പ്രകാശിച്ച് ദേശത്തൊരു പ്രകാശമായി മാറുവാൻ, ഈ ദേശത്ത് അന്ധകാരം മാറ്റുവാനാണ് ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുന്നത്, നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളതായ സത്യം നാം മറന്നു പോകരുത്. ഇത് ഇന്നത്തെ പകൽക്കാലത്തെ ഒരു നല്ല സന്ദേശമായി ദൈവം നൽകപ്പെട്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് അല്പ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ ചില വാക്യത്തിലൂടെ കടന്നു പോകുവാനായിട്ട് ആഗ്രഹിക്കുക, ചിന്തയ്ക്കായിട്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, സ്തോത്രം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടി ഇരുന്നു. പകൽക്കാലം ഒരു പെന്തക്കോസ്തിന്റെ അനുഭവമായ ദിവസത്തോട് ചേർന്ന് ഉള്ള ഒരു ദിവസമാണ് ഈ വിശുദ്ധ ഞായറാഴ്ച എന്ന് പറയുന്നതായ പകൽക്കാലം. അപ്പോൾ നാം ഇന്ന് പകൽക്കാലം ഈ പെന്തക്കോസ് അനുഭവത്തിലേക്ക് കടന്നു വന്ന പെന്തക്കോസ് അനുഭവ ആരാധനയിലായിരിക്കുമ്പോൾ ഇന്നത്തെ പകൽക്കാലം നാം ഒരു പുതിയ അനുഭവത്തിലേക്ക് പ്രവേശിക്കേണ്ടതാകും. കാരണം പരിശുദ്ധാത്മാവ് നയിക്കുന്ന, പരിശുദ്ധാത്മാവിൽ ഒരു വലിയ കൃപ നമ്മുടെ സഭയുടെ, നമ്മുടെ കൂട്ടായ്മയുടെ നടുവിൽ ദൈവം ചേർക്കപ്പെട്ടതായിട്ട് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മളൊന്ന് വായിച്ചു നോക്കാം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടി. എന്നുവെച്ചാൽ ഒരു പ്രത്യേകമായ ഒരു ദിവസം അവർ തിരഞ്ഞെടുത്തു. എന്താണ് ആ പ്രത്യേകമായ ദിവസം? ദൈവനിയോഗത്താൽ ദൈവം കൊടുത്ത ആ ദിവസം അവർ ഒന്നിച്ചു കൂടി വരണം എന്ന് ദൈവം നിയോഗിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം അത് മുൻകൂട്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്നതായ ഒരു കൂടിവരവിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു അവസരമായിട്ടാണ് അതിനെ കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. അവിടെ ദൈവം ചില വാഗ്ദത്തങ്ങൾ തന്റെ ഭക്തന്മാർക്ക്, തന്റെ ദാസന്മാർക്ക് കൊടുക്കുവാൻ അവർക്ക് ദൈവം അവരെ അവരുടെ ഉള്ളിൽ നിറയ്ക്കുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചതുകൊണ്ട് ഇന്ന സ്ഥലത്ത് അവർക്ക് കൂടി വരണം എന്ന ദൈവം തന്നെ അവരുടെ ഉള്ളിൽ ഒരു വിചാരം കൊടുത്തുകൊണ്ട് അവരെ കൂട്ടിയൊരുക്കുമായിരുന്നു ചെയ്തു. എന്നാൽ ഇന്ന് പകൽക്കാലം ആ പെന്തക്കോസ്ത് നാളിൽ വലിയ ഒരു പ്രവൃത്തി ദൈവം അവരുടെ നടുവിൽ ചെയ്തെടുക്കുവാനായിട്ടിടയായി തീർന്നു. എന്താണ്? താഴോട്ട് 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അറിയാം. ഹല്ലേലൂയ, സ്തോത്രം. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ, പെട്ടെന്ന് കുടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. ആകാശത്തിൽ നിന്നൊരു മുഴക്കമുണ്ടായി. അവിടെ അവർ ഇരുന്നിടം വീട് മുഴുവൻ നിറഞ്ഞ ഒരു അഗ്നി പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് അവരുടെ മേൽ പതിച്ചു. ഹല്ലേലൂയ. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിക്കും. ഇവിടെ നാം ഓർത്തു നോക്കണം. അവരിൽ ഓരോരുത്തരുടെ മേലും എങ്ങനെയുള്ളവരാ? നമ്മൾ ഒരാളെ മാത്രം ദൈവം മാറ്റിവെച്ചിട്ടല്ല, അല്ലെങ്കിൽ ദൈവം അവരെ ഒരാളെ നീക്കി നിർത്തിയിട്ടല്ല. ഓരോരുത്തരും അവിടെ കൂടി വന്നിരുന്ന എല്ലാവരുടെയും മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അവർക്ക് കൊടുക്കുവാനിടയായി.
എല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞവരായി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഭാഷകളിൽ അവർ സംസാരിച്ചു തുടങ്ങി. Praise the Lord. Hallelujah. കാലം നാം കൂടി വരുമ്പോൾ Praise the Lord. ദൈവ കഥാവിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി ദൈവിക കൃപയിൽ നാം ദൈവത്തിന് സാന്നിധ്യത്തോടെ ദൈവിക ശക്തിയോടെ ആരാധിക്കുന്ന ഒരു മഹാസംഗമമായി നമ്മുടെ ആരാധന മാറണം. അതിന് പരിശുദ്ധാത്മാവിനാൽ നാം നിറയപ്പെടണം. Praise the Lord. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ദൈവിക ആരാധന നമുക്ക് ഹല്ലേലൂയ അവിടെ ദൈവിക ആരാധനയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത് സന്തോഷിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. Praise the Lord. അന്യ ഭാഷകളിൽ അവർ സംസാരിച്ചു തുടങ്ങി. പല യഹൂദന്മാരെ വന്ന് പല ഭാഷകളിൽ സംസാരിച്ചു. എന്നുവെച്ചാൽ അവർ കൂടിയിരുന്ന സ്ഥലവും അവർ കൂടിയിരുന്ന ദേശവും എല്ലാം അത് അന്യദേശമായിരുന്നു. ഈ അന്യദേശത്ത് വന്നപ്പോൾ ആ അന്യദേശത്തെ ഭാഷകളിൽ ഇവർക്ക് ഒന്നിച്ച് അവർക്ക് ദൈവത്തിന്റെ ആത്മാവിലൂടെ അവർക്ക് അവിടെ പ്രവചിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഈ തിരുവചനത്തിന്റെ ആധികാരികതയിൽ നാം നിൽക്കുമ്പോൾ ആധികാരികതയിൽ നാം ഹല്ലേലൂയ സംസാരിക്കുമ്പോൾ അവിടെ 17-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. ഹല്ലേലൂയ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിലും മേൽ എന്റെ ആത്മാവിനെ പകരും. അപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. എന്താണ്? അവൻ അവരെ എവിടെ ചേർക്കുക? അവിടെ പരിശുദ്ധാത്മാവിനെ ദൈവം അവിടെ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ പരിശുദ്ധാത്മാവിനെ കൊടുക്കുവാൻ, പരിശുദ്ധാത്മാവിനെ അവിടെ മേൽ പകരുവാൻ ദൈവം ഒരുക്കിയ ഒരു വിശുദ്ധ അല്ലെങ്കിൽ ദൈവം ഒരുക്കിയ ഒരു ഇടമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവർ ഒന്നിച്ച് ഒരു സ്ഥലത്ത് കൂടി വരുവാനായിട്ടിടയായി തീർന്നത്. ഈ കൂടി വരവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം അവിടെ തന്റെ ദാസന്മാരുടെ മേൽ തന്റെ ഭക്തന്മാരുടെ മേൽ നിറയ്ക്കുക എന്നതും ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി അവരുടെ മേൽ അവിടെ ബലപ്പെടുത്തുക എന്നുള്ളതുമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം അവരെ അവിടെ ചേർക്കുവാനായിട്ടിടയായി തീർന്നത്. എന്നാൽ പരിശുദ്ധാത്മാവില് ഹല്ലേലൂയ അവിടെ ഇങ്ങനെ പറയുന്നു, ജഡത്തിന്മേൽ എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാരും സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ ഇത് അവരും പ്രവചിക്കും. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, നാം എല്ലാവരും ദൈവിക കൃപയുള്ളവരായി, ദൈവിക സാന്നിധ്യത്തിന്റെ ദൈവശക്തിയുള്ളവരായി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി, കർത്താവിന് പ്രയോജനമുള്ളവരായി ഈ നല്ല നാടുകളിൽ കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കുവാൻ നമ്മെ തന്നെ ഹല്ലേലൂയ സമർപ്പിച്ചു കൊടുക്കുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. ഇന്ന് പകൽക്കാലത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമുക്ക് സമൃദ്ധമായി എത്തിച്ചു കൊടുക്കാം. കർത്താവേ, ഈ പകൽക്കാലം അന്ത്യകാലത്തെ അനുഭവത്തോട് അന്ത്യകാലത്തിന്റെ ആ വർഷത്തെ ഞങ്ങളുടെ തലമുറയുടെ മേൽ വരുവാൻ, ഞങ്ങളുടെ തലമുറയുടെ പേരുള്ള ആരാധനയുടെ നടുവിലേക്ക് നീ അയക്കണമെന്ന് പ്രാർത്ഥിക്കുക. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കൂടിവരവായി ഈ വിശുദ്ധ ഞായറാഴ്ചയുടെ വിശുദ്ധാരാധനയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇറക്കേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ചെറിയ വാക്യത്തിൽ നിന്ന് താന്നിരുന്നുകൊണ്ട് ദൈവസന്നിധിയിൽ എല്ലാവരെയും കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്തെന്ന് എല്ലാവരെയും ഈ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഞായറാഴ്ച ഒരു അനുഗ്രഹമായ ആരാധനയായി ചെയ്യുവാൻ അനേകരുടെ ജീവിതത്തിൽ നല്ല വചന ശുശ്രൂഷയ്ക്കായിട്ട് നന്ദി പറയുന്നു. സ്തോത്രം. കേട്ടല്ലോ, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടാതെ
നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ആദ്യമ നൂറ്റാണ്ടിൽ 2024 വർഷം മുൻപ് കർത്താവ് നമുക്ക് വേണ്ടി ചൊരിഞ്ഞ തിരുരക്തത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് അത് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്നു, നിത്യത വരെ കൊണ്ടെത്തിക്കുമെന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്യുക. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, അത് യവനസ്ഥരുടെ മേലും വൃദ്ധന്മാരുടെ മേലും ദാസിദാസന്മാരുടെ മേലും പകരപ്പെടുന്ന ആത്മാവ്. ഹല്ലേലൂയ. അന്ത്യകാലം 2000 വർഷം മുമ്പ് അത് ആരംഭിച്ചു. ആ പരിശുദ്ധാത്മാവിന് വേണ്ടി അവർ ദാഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരിടുന്ന ഇടം കുലുങ്ങി, ഓരോരുത്തരുടെ മേൽ ആത്മാവ് വർഷിക്കുകയും അഗ്നിനാവുകൾ പതിയുകയും ചെയ്തപ്പോൾ ആ യുഗം ആരംഭിച്ചു. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവ് യുഗത്തിൽ നമുക്ക് ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തവർ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നത്. ഇന്ന് പകൽ ആത്മാവിന്റെ എരിവിൽ, ആത്മാവിന്റെ ശക്തിയിൽ കർത്താവിന്റെ വേല തികയ്ക്കാനുള്ള ഒരു ശുഷ്കാന്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. അത് ജനിച്ചാൽ ഒരിക്കൽ മരിക്കും, എന്നാൽ കർത്താവിന് വേണ്ടി മരിക്കുന്നു, കർത്താവിന് വേണ്ടി ജീവിക്കുന്നതും ഒരു പ്രത്യേക അനുഗ്രഹമാണ്. നിത്യതയിൽ നമുക്ക് വേണ്ടി ദൈവം കൂട്ടിവെച്ചിരിക്കുന്ന ആ സൗഭാഗ്യ അനുഗ്രഹങ്ങളെ ഏറ്റുവാങ്ങാൻ കഴിയണമെങ്കിൽ കർത്താവിൽ മൃതന്മാരായി മരിക്കണം. ഹാലിലെ കർത്താവിൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവത്തിന്റെ കാഹള ശബ്ദത്തോടും കൂടി ഇറങ്ങി വരുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും അതേ ജീവനോട് ശിക്ഷിക്കും, നാം രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യണം. ആ രൂപാന്തര ശരീരം നമുക്ക് ലഭിക്കുമ്പോൾ അത് വലിയൊരു കണ്ണുനീരില്ലാത്ത സൗഭാഗ്യമുള്ള ശരീരത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇന്ന് പ്രിയമുള്ളവരെ, കേട്ട വചനം കേട്ടല്ലോ. ആത്മാവിൽ എരിവുള്ളവരായി, ആത്മാവിൽ ഉണർന്നും ജാഗരിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുക. അവസാനം വരെയും അത് പിടിച്ചു നിൽക്കുന്ന രക്ഷിക്കപ്പെടുന്ന വചനത്തിൽ ഇതിന് നടുവിൽ ഒത്തിരി പരീക്ഷണങ്ങൾ ഉണ്ടാകും, തീഷ്ണമായ ശോധനകൾ ഉണ്ടാകും, അഗ്നിശോധനകൾ തന്നെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ അഗ്നിശോധനയിൽ കൂടെ കടന്നുപോയി. ബാത്റൂമിൽ കുളിക്കാനായി ചൂടുവെള്ളമായിട്ട് പോകുമ്പോൾ ആ ചൂടുവെള്ളം ദേഹത്ത് വീണ് കാല് പൊള്ളുവാനിടയായിട്ട്, എന്നാൽ പ്രിയമുള്ളവർ പെട്ടെന്നൊരു ബുദ്ധി തോന്നി, തണുത്ത വെള്ളം ഒഴിച്ചു. അങ്ങനെ അതിനൊരു വിടുതലുണ്ടായി, സൗഖ്യമുണ്ടായി. പ്രിയമുള്ളവരെ, അഗ്നിശോധനകൾ ഉണ്ടാവും. വളരെ വേദനയോടെ ബുദ്ധിമുട്ടോടെ ഏതാനും ദിവസങ്ങൾ ആയിരിക്കാനിടയായിട്ട് ഒറ്റയ്ക്കുള്ള താമസം. എങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം രുചിച്ചറിഞ്ഞു, ദൈവനെ സൗഖ്യമാക്കി വിടുവിച്ചു. ദൈവത്തിന്റെ കൃപ കൂടിയിരുന്നു. ഇവിടെ വന്ന് ഇന്ന് മേൽക്കാല സഭയിൽ പ്രിയപ്പെട്ട മാർട്ടിൻ ബ്രദറിനോടുകൂടെ കുടുംബത്തോടൊത്ത് ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്തു. ദൈവഹിതമെങ്കിൽ ഞങ്ങൾ ചില സുവിശേഷീകരണത്തിന്റെ പദ്ധതികൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ള ദൈവഹിതമാണെങ്കിൽ ദൈവമേ മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കണം. അതിന് നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. ദൈവം നിശ്ചയമായിട്ട് നമ്മളെ സഹായിക്കും. ഇന്ന് പകൽക്കാലം ദൈവം വചനങ്ങളാൽ സഹായിക്കും. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് പാട്ട് പാടി നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ആശീർവാദത്തോടെ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. Oh
ദൈവത്തോട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളെ ദിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങൾ വന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെ ദൈവജനത്തിലൂടെ, സാക്ഷ്യത്തിലൂടെ, പാഠിലൂടെ, ആരാധനയിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയ ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ജനത്തെ നിന്റെ കരത്തിന് കീഴിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാൻ, സമാധാനത്തോടെ കടന്നു പോകുവാൻ, അവിടെ ഭവനങ്ങളിൽ, അവിടെ പ്രവൃത്തികളിൽ, അവിടെ മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം രുചിച്ചറിയുവാൻ ഈ ആഴ്ചക്കാലം മുഴുവനായി ദൈവരെ സൂക്ഷിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് വൽക്കാല സൗഖ്യങ്ങൾ ആവശ്യ സൗഖ്യം കൊടുക്കണേ, സാമ്പത്തിക ആവശ്യ സാമ്പത്തികം കൊടുക്കണേ. ഏതെല്ലാം വിടുതൽ ആഗ്രഹിക്കുന്നു ആ മേഖലകളിൽ ദൈവം വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താവേദാസൻ അലിമാറ്റിലൂതനായി സ്തോത്രം രവി മാർട്ടിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തന്റെ ശുശ്രൂഷ മികവോടെ അനുഗ്രഹത്തോടെ ചേർക്കാൻ പിന്നെയും തന്നെ സഹായിക്കണം. തന്റെ ജോലികളിൽ കർത്താവെ ഒട്ടുകയും ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കും. ദൈവം കാത്തു സൂക്ഷിക്കണം. തൃക്കരങ്ങളിൽ താഴ്ത്തുന്നു കർത്താവ്. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും നാം ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നേക്കും ഉണ്ടായിരിക്കുമാറട്ടെ. ആമേൻ. ക്രിസ്തുവാണ് ചെയ്യുന്ന കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. യേശുവേ വേഗം വരണമേ. കടന്നു വന്ന എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് അവസരം തന്ന മടിയായി നന്ദി അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്. അതുപോലെ ഓൺലൈനിൽ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാ സഹോദരങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. എല്ലാവർക്കും സമാധാനം. പ്രൈസ് ലോർഡ്. താങ്ക് യു. ഓൺലൈനിൽ കാശ് വരില്ലേ?